ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28 പൂർണ്ണമായിട്ടുണ്ട്. ഇന്ന് തൃതീയ സ്കന്ധം അധ്യായം 29 ആരംഭിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ദൈവായനോ വിലകാതരയാദിഭാവ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 29 അധ്യായം ആരംഭിക്കുന്നു. സ്കന്ധം 3 അധ്യായം 29. ദേവഹൂതിരുവാച ലക്ഷണം മഹദാദീനാം പ്രകൃതേ പുരുഷസ്വിതാം സ്വരൂപം ലക്ഷ്യത്തെ അമീഷാം യേന പാരമാർത്ഥികം യഥാ സാംഖ്യേഷു കഥിതം യന്മൂലം തത്പ്രചക്ഷതേ ഭക്തിയോഗസ്യമേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ. മഹദാദീനാം ലക്ഷണം, മഹത്ത് ആദികളായ തത്വങ്ങളുടെ ലക്ഷണം, മഹത്തത്വം, അഹന്തത്വം എന്നിങ്ങനെയുള്ള സൃഷ്ടിക്രമത്തിന്റെ ഓരോ ഘടനയിലുള്ള തത്വങ്ങളുടെയും അത് പ്രകൃതിയുടെയാണ്. ഈ തത്വങ്ങൾ പുരുഷസ്യജ സ്വരൂപം, പുരുഷന്റെ സ്വരൂപത്തെയും ലക്ഷ്യത്തെ അങ്ങ് കാണിച്ചു തന്നിരിക്കുന്നു. അമീഷാം ഏനതത് പാരമാർത്ഥികം, അമീഷാം ഇവയുടെ പാരമാർത്ഥികം, പരമമായ അർത്ഥത്തെ കാണിക്കുന്നതാണ് പാരമാർത്ഥ്യം. ഇവയുടെ പാരമാർത്ഥികത്വത്തെ, ഇവയുടെ പരമമായ അർത്ഥത്തെ, തത്വസ്വരൂപത്തിന്റെ രസത്തെക്കുറിച്ച് യാതൊന്നുകൊണ്ടാണോ തത് പാരമാർത്ഥികം, ഇതൊക്കെ യഥാ സാംഖ്യേഷു കഥിതം, ഈ വക കാര്യങ്ങളെല്ലാം അങ്ങ് സാംഖ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുമ്പത്തെ അധ്യായത്തിൽ സാംഖ്യ യോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാംഖ്യത്തിൽ വരുന്ന പ്രകൃതി പുരുഷന്മാരെ കുറിച്ചും മഹത്തിനെ കുറിച്ചും അവയുടെ ലക്ഷണത്തെക്കുറിച്ചും എങ്ങനെയാണ് യാതൊന്നുകൊണ്ടാണ് പാരമാർത്ഥികമായ സത്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത്, ഇതെല്ലാം ലക്ഷ്യത കാണിക്കുന്നു. ഇനി വേണ്ടത് എന്മൂലം തത് പ്രചക്ഷത, യാതൊന്നിനു വേണ്ടിയിട്ടാണോ ഇതൊക്കെ ഇതുവരെ പറഞ്ഞത് എന്നർത്ഥം. ഈ കവയമുനി സാംഖ്യദർശനത്തിൽ ഭക്തി ചേർത്ത് അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? എന്മൂലം തത് പ്രചക്ഷത, എന്തിനു വേണ്ടിയാണ്? ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭക്തിയോഗസ്യ മാർഗം മേ ബ്രൂഹി, ഭക്തിയോഗത്തിന്റെ മാർഗം വഴി മേ എന്നോട് ബ്രൂഹി പറയൂ, വിസ്തരശഃ വിസ്തരിച്ചു പറയണം, ഹേ പ്രഭോ. ഇപ്പൊ ദേവഹൂതി കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ കപിലന്റെ സാംഖ്യ ദർശനത്തിൽ 24 തത്വങ്ങളും 25-ാമത്തേതായ പുരുഷനും 24 തത്വങ്ങളെ പ്രകൃതി എന്ന് വിളിച്ചു. പ്രകൃതി പുരുഷന്മാർ തമ്മിലുള്ള സംയോഗത്തെക്കുറിച്ചും അതിലെ ഈ പുരുഷന് ജീവാത്മകതനായ പുരുഷനെന്നല്ല പരമാത്മചൈതന്യ സ്വരൂപനായ പുരുഷനായി അവതരിപ്പിച്ചിട്ട് അതാണ് ഈശ്വരൻ എന്ന്. ഇതാണ് കപിലമുനിയുടെ സാംഖ്യദർശനത്തിനും ഭാഗവതത്തിൽ വരുത്തിയൊരു മാറ്റം. ഭാഗവതത്തിലെ കപിലോപദേശം എന്ന് പറയുന്ന കപിലമുനിയുടെ അതേപോലെയുള്ള ദാർശനികമായ ഒരു പരിവേഷണം അല്ല. അതിലെ ഈ പുരുഷൻ ഈശ്വരൻ അല്ല.
പക്ഷേ ഭാഗവതത്തിൽ ആ പുരുഷനെ വ്യാസൻ ഈശ്വരനാക്കിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ഈശ്വരനോട് നമുക്ക് എന്താകണം? ഭക്തി ഉണ്ടാകണം. അവിടെയാണ് ഭക്തിയോഗം കൂടി സാഖ്യത്തിൽ ഘടിപ്പിച്ചത്. ഇങ്ങനെയാണ് സാഖ്യം വാസ്തവത്തിൽ ഭാഗവതത്തിൽ കപിലമുനിയുടെ സാഖ്യത്തെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥമായ സാഖ്യം അങ്ങനെയല്ല, അതിൽ ഭക്തി കൂടെ കൂടി ചേർത്തിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്തിയോഗസ്യ മാർഗം ബ്രൂഹി, ഭക്തിയോഗത്തിന്റെ മാർഗത്തെക്കുറിച്ച് എന്നോട് പറയുകയുള്ളൂ. ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പുരുഷൻ എന്നും പുരുഷന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് പ്രകൃതിയെന്നും 24 ഘടകങ്ങളാണ് പ്രകൃതിയെന്നും അതിൽ എന്താണ് 4 എണ്ണം അന്ധക്കരണമാണ്, അതിൽ അഹന്തത്വം എന്താണെന്ന്, അതിൽ നിന്നുണ്ടായ മഹത്വം എങ്ങനെയാണെന്ന്, പ്രകൃതി എന്താണെന്ന്, മായ എന്താണെന്ന്, ഇങ്ങനെയൊക്കെ അങ്ങ് വിസ്തരിച്ച് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഈ 25ാമത്തെ തത്വമായ പുരുഷനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. ആ പുരുഷനാരാണ്? ഈശ്വരൻ. ഈശ്വര സാക്ഷാത്കാരത്തിന് പറ്റിയ ഒരു യോഗമാണ് ജ്ഞാനത്തെക്കാൾ ഭക്തി. അതുകൊണ്ട് ഭക്തിയോഗത്തെ കുറിച്ചാണ് കഴിഞ്ഞതിൽ സൂചിപ്പിച്ചത്. ഇതെനിക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞു. ഭക്തിയോഗത്തിന്റെ അനുഷ്ഠാനം എങ്ങനെയാണ്, എത്ര തരം ഭക്തികളുണ്ട്, അത് ഏതൊക്കെ വിധത്തിലാണ് ഒരു അമ്മയായ സ്ത്രീയായ ഞാൻ അനുഷ്ഠിക്കേണ്ടത് എന്നിങ്ങനെ കുറേ ആശങ്കകളാണ് ദേവഹൂതി ഇവിടെ പുത്രനായ കപിലമുനിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രകൃതിയിൽ നിന്നും വേറിട്ട പുരുഷൻ, ആ പുരുഷനാണ് പരമപ്രേമസ്വരൂപനായ ഈശ്വരൻ. ആ ഈശ്വരനിൽ ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ അങ്ങിത് പറഞ്ഞത്. എന്മൂലം തത് പ്രചക്ഷത. എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഈ സാഖ്യദർശനം എന്റെ മുമ്പിൽ പറഞ്ഞത്? ആ പരമപുരുഷനോടുള്ള ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങ് അത് വിസ്തരിച്ച് ഉപദേശിച്ചു തരണം. ഭക്തിയോഗമാർഗം വിസ്തരശഃ ബ്രൂഹി, എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തരണം. മഹതാദികളുടെയും പ്രകൃതിയുടെയും ലക്ഷണവും പുരുഷന്റെ സ്വരൂപവും ഒക്കെ അങ്ങിവിടെ കാണിച്ചത്. യാതൊന്നുകൊണ്ടാണോ പാരമാർത്ഥികമായ സത്യത്തെ അറിയാൻ പറ്റുന്നത് അത് ഭക്തിയാവും എന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനിയും എനിക്ക് ഭക്തിയുടെ വഴിയെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു എന്ന്. ലക്ഷണം മഹതാദീനം പ്രകൃതേ പുരുഷസ്ഥിതാം സ്വരൂപം ലക്ഷ്യതയമീഷാം ഏനതത് പാരമാർത്ഥികം യഥാ സാഖ്യേഷു കഥിതം എന്മൂലം തത് പ്രചക്ഷതേ ഭക്തിയോഗസ്യമേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ. മഹതാദീനാം പ്രകൃതേ പുരുഷസ്യ ച ലക്ഷണം സാഖ്യേഷു യഥാ കഥിതം ഏന അമീഷാം പാരമാർത്ഥികം സ്വരൂപം ലക്ഷ്യത്തെ തത് ത്വയാ കഥിതം തത് എന്മൂലം പ്രചക്ഷത്തെ ഭക്തിയോഗസ്യ മാർഗം ഹേ പ്രഭോ മേ വിസ്തരശഃ ബ്രൂഹി. ലക്ഷണം മഹതാദീനാം പ്രകൃതേ പുരുഷസ്യാം സ്വരൂപം ലക്ഷ്യതേ അമീഷാം ഏന തത് പാരമാർത്ഥികം യഥാ സാഖ്യേഷു കഥിതം എന്മൂലം തത് പ്രചക്ഷതേ ഭക്തിയോഗസ്യ മേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ. വിരാഗോയേന പുരുഷോ ഭഗവൻ സർവതോ ഭവേത് ആചക്ഷുജീവലോകസ്യ വിവിധ മേ സംസ്കൃതി. വിരാഗ വിരക്തി ഏന യാതൊന്നുകൊണ്ട് ഭവേത് ഉണ്ടാകുമോ? യാതൊന്നുകൊണ്ടാണോ വിരക്തി ഉണ്ടാകുന്നത്? ഏതുകൊണ്ടാണ്? ഭക്തി കൊണ്ട് മാത്രമേ വിരക്തി ഉണ്ടാവുക. അതുകൊണ്ടാണ് സർവതഃ വിരാഗ ഏന ഭവേത്, എല്ലാത്തിൽ നിന്നുമുള്ള വിരാഗം യാതൊന്നുകൊണ്ടാണോ ഉണ്ടാകുന്നത്? യാതൊരു പുരുഷനെ ആശ്രയിച്ചിട്ടാണ് ഏന യാതൊന്നുകൊണ്ടാണ് ഈ പുരുഷൻ ആയ ഭഗവാൻ സർവതഃ വിരാഗം ഭവേത്. ഈ പുരുഷനെ ആശ്രയിച്ചാൽ എല്ലാത്തിൽ നിന്നും
വിരക്തി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയുള്ള ജീവലോകസ്യ വിവിധ സംസ്കൃതി മമ ആചക്ഷു. അങ്ങനെയുള്ള ജീവലോകങ്ങളിലെ ജീവികളുടെ വിവിധങ്ങളായ സംസ്കൃതികൾ, സംസാരഗതികൾ, സംസ്കൃതികൾ മമ എന്നോട് ആചക്ഷു പറഞ്ഞാലും. എല്ലാ പ്രാണികൾക്കും എന്ത് ചെയ്താലാണോ സംസാരത്തിൽ നിന്ന് മുക്തി കിട്ടുന്നത്, ജീവലോകസ്യ വിവിധ സംസ്കൃതി മമ ആചക്ഷു. ഒരു ജീവലോകത്തിന് ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംസ്കൃതികൾ, സംസാര വഴികൾ, ഒരാൾക്കൊന്ന് വേറൊരാൾക്ക് വേറൊരാൾക്ക് മറ്റൊന്ന്, എല്ലാവർക്കും ഒരേ ദുഃഖമല്ല. സംസാരം 1000 പേർക്ക് 1000 വിധത്തിലാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള ആ സംസാരം യാതൊന്നുകൊണ്ടാണോ മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്ന് എന്നോട് പറയൂ. മമ ആചക്ഷു. എന്തുകൊണ്ടാണ് വിരക്തി ഉണ്ടാകുന്നത്? ജീവലോകത്തിന് സംസാരത്തിൽ നിന്നും വിടുതൽ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഭക്തി ഒന്നുകൊണ്ടാണ്. അതിന്റെ മാർഗം എന്നോട് വിസ്തരിച്ച് പറയൂ. വിരാഗോയേന പുരുഷോ ഭഗവൻ സർവതോ ഭവേത് ആചക്ഷ ജീവലോകസ്യ വിവിധ സംസ്കൃതി. ഹേ ഭഗവൻ, ഏന പുരുഷഃ സർവതഃ വിരാഗഃ ഭവേത് ജീവലോകസ്യ വിവിധ സംസ്കൃതി മമ ആചക്ഷു. വിരാഗോ യേന പുരുഷോ ഭഗവൻ സർവതോ ഭവേത് ആചക്ഷ ജീവലോകസ്യ വിവിധ സംസ്കൃതി. കാലസ്യേശ്വരരൂപസ്യ പരേഷം ച പരസ്യതാം പരസ്യതേ സ്വരൂപം ബദ കുർവന്തി യഥേതോ കുശലം ജനാഃ. അതുമാത്രമല്ല, കാലസ്യ ഈശ്വരരൂപസ്യ, ഈശ്വരന്റെ സ്വരൂപമായിരിക്കുന്ന കാലത്തിന്റെ വൈഭവത്തെ കുറിച്ചും പറയണം. ഭക്തി മാത്രമല്ല, കാലത്തെക്കുറിച്ച് പറയണം. അത് ഈശ്വരരൂപസ്യ കാലസ്യ. കാലം എന്ന് പറയുന്നത് ഈശ്വരന്റെ സ്വരൂപമാണ്. കാലസ്വരൂപനാണ് ഈശ്വരൻ. കാലസ്യ ഈശ്വരരൂപസ്യ പരേഷം ച പരസ്യ പരേഷാം. ബ്രഹ്മാദികളായ മറ്റ് ദേവന്മാരുടെയും പരസ്യ പരനായിരിക്കുന്ന പരമപുരുഷനായും ഇരിക്കുന്ന ഈശ്വരരൂപത്തിന്റെ സ്വരൂപത്തോടു കൂടിയതാണ് അങ്ങയുടെ കാലം. പരേഷാം പരസ്യത കാലസ്വരൂപസ്യ തേ സ്വരൂപം. ഈശ്വരരൂപമാണ് കാലം. ഈശ്വരരൂപമാണ്. അത് ബ്രഹ്മാദികളായ മറ്റു ദേവന്മാരുടെയും സ്വരൂപം അത് തന്നെയാണ്. പരനായി, പ്രധാന പുരുഷനായി, പരമ്പുമാനായിരിക്കുന്ന ആ ഈശ്വരന്റെ കാലസ്വരൂപത്തെ കുറിച്ച് എന്നോട് പറയൂ. സ്വരൂപം ബത, അതിന്റെ കാലത്തിന്റെ സ്വരൂപത്തെയും കുർവന്തി ചെയ്യുന്നു. യത് ഹേതോഹോ യാതൊന്നു കാരണമായിട്ട് ജനാഹ കുശലം കുർവന്തി, ജനങ്ങൾക്ക് പുണ്യത്തെ ഉണ്ടാക്കുന്നത് യാതൊന്നുകൊണ്ടാണോ? രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ഭക്തിയെ കുറിച്ചാണ്, രണ്ടാമത്തെ കാലത്തെ കുറിച്ചാണ്. എല്ലാറ്റിനെയും രൂപമാറ്റം വരുത്തുന്നത് കാലമാണ്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന സമസ്ത ജീവജാലങ്ങൾക്കും പരിണാമം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന കാലമാണ്. കാലം കൊണ്ടാണ് മാറ്റം ഉണ്ടാകുന്നത്. ഒരു വൃക്ഷം കിളിച്ചു വരുന്നത്, ഒരു ലത കിളിച്ചു വരുന്നത്, നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്, നമ്മളുടെ ബാല്യ യൗവന ആദികളായ അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന കാലം കൊണ്ടാണ്. കാലത്തിന് അധീനമാണ് ഇതെല്ലാം. ഈ കാലത്തിനപ്പുറം ഒന്നും വരില്ല. അങ്ങനെ ഉള്ള ഈ കാലം കൊണ്ട്
സമസ്ത ജീവജാലങ്ങളെയും ജനിപ്പിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ശക്തിസ്വരൂപനായ ആ കാലത്തിന്റെ ഈശ്വര സ്വരൂപനായ ആ ഈശ്വരന്റെ സ്വരൂപത്തെ എനിക്ക് പറഞ്ഞു തരണം. ഇത് കേൾക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് കുശലമുണ്ടാകുന്നത്, ഭാഗ്യമുണ്ടാകുന്നത്, പുണ്യമുണ്ടാകുന്നത്. ആ പരമാത്മ സ്വരൂപത്തെ ഭയന്നിട്ടാണ് ജനങ്ങൾ കർമ്മം ചെയ്യുന്നതെല്ലാം. സകല കർമ്മം അങ്ങനെ ചെയ്യാം. സകല ലോകങ്ങളും കാലക്രമത്താൽ നശിക്കുന്നതുമാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഖഗോളങ്ങൾ, പിന്നെ താഴേക്ക് വന്ന താഴെയുള്ള സമസ്ത ജീവജാലങ്ങൾ, ഇതൊക്കെ കാലക്രമത്തിൽ നശിക്കുന്ന കാലമാണ്. ഇവയെ പതുക്കെ പതുക്കെ ജരയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലും അങ്ങനെയാണ്. ഒരു മാമ്പൂവിനെ ഫലമാക്കി മാറ്റുന്നത്, മാങ്ങയാക്കി മാറ്റുന്നത് കാലമാണ്. ആ മാങ്ങയെ വിളവുണ്ടാക്കി കൊടുക്കുന്നത് കാലം കൊണ്ടാണ്. അതിനെ പഴുപ്പിച്ച് പാകമാക്കുന്നത് കാലം കൊണ്ടാണ്. അഴുകി താഴെ വീണ് മണ്ണിൽ അഴുകുന്നത് കാലം കൊണ്ടാണ്. ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കാലസ്വരൂപനായ ഭഗവാന്റെ ഒരു ലീലയാണ്. എല്ലാ ലോകങ്ങളും ഈ കാലക്രമത്തിനനുസരിച്ചാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഈ കാലക്രമത്തിനനുസരിച്ച് നശിക്കുന്നു എന്നുള്ള ബോധം എല്ലാ ജനങ്ങളിലും ഉണ്ടായാൽ അതോടെ വൈരാഗ്യം ഉണ്ടാകും. അതുകൊണ്ട് കാലസ്വരൂപ വിജ്ഞാനം വൈരാഗ്യത്തിന് കാരണമാണ്. അതുകൊണ്ട് ആ കാലസ്വരൂപത്തെ കുറിച്ച് പറയണം എന്നാവശ്യപ്പെടുക. എല്ലാ ലോകങ്ങളും നശ്വരമാണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ പുറകെ ഓടി നടന്ന് കഷ്ടപ്പെട്ടില്ല ജീവിതം മുഴുവൻ. അപ്പൊ എന്ത് ചെയ്യണം? അനശ്വര അവയോട് വിരക്തി ഉണ്ടാകണം. അവയോട് വിരക്തി ഉണ്ടായാൽ പിന്നെന്തുണ്ടാകും? ഭക്തി ഉണ്ടാകും ഈശ്വരനോട്. ഭൗതിക വസ്തുക്കളോട് എപ്പോഴാണോ വിരക്തി ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സ് ഈശ്വരനിലേക്ക് എത്തും. ഭൗതിക വസ്തുക്കളിൽ മനസ്സ് കുടുങ്ങിക്കിടന്നാൽ ഈശ്വരനിലേക്ക് എത്തില്ല. അതുകൊണ്ട് വിരക്തി ഉണ്ടാകണം. പതുക്കെ മനസ്സ് ഭക്തിയിലേക്ക്, ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ മറ്റെല്ലാറ്റിനോടും പതുക്കെ വിരക്തി ഉണ്ടാകുക തന്നെ ചെയ്യണം. വിരക്തി ഉണ്ടാകുന്നെങ്കിൽ ഭക്തി ഉറച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ആ സ്വരൂപത്തെ, കാലസ്വരൂപനായ ഈശ്വരനെ ഭയന്നിട്ടാണ് സൂര്യനുൾപ്പെടെ എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ലോകം നശിക്കുന്നവരെ ഇത് നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്കുള്ള ആഗ്രഹം, ആശകൾ പതുക്കെ പതുക്കെ ഇല്ലായ്മ ചെയ്യണം. അതിന്റെ പേര് വിരക്തി എന്നാണ്. അതുകൊണ്ട് വൈരാഗ്യ കാരണമായിരിക്കുന്ന ഈ കാലസ്വരൂപ വിജ്ഞാനം ഉണ്ടാവണം. അതുകൊണ്ടാണ് കാലത്തെക്കുറിച്ച് പറയണം എന്ന് ദേവഭൂതി ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു ചോദ്യത്തിന് മറുപടിയാണ്. കാലസ്യേശ്വര രൂപസ്യ പരേഷം ജവരസ്യതേ സ്വരൂപം ഗതകുർവന്തി യഥേതോ കുശലം ദിനാ. പരേഷാം പരസ്യ ഈശ്വരരൂപസ്യ തേ കാലസ്യ സ്വരൂപം ആചക്ഷു ഗത യഥേതോഃ ജനാഃ കുശലം കുർവന്തി. കാലസ്യേശ്വരരൂപസ്യ പരേഷം ച പരസ്യതേ സ്വരൂപം യത കുർവന്തി യഥേതോ കുശലം ജനാഃ. കാലസ്യേശ്വരരൂപസ്യ പരേഷം ച പരസ്യതേ സ്വരൂപം യത കുർവന്തി യഥേതോ കുശലം ജനാഃ. ലോകസ്യ മിഥ്യാഭിമതേ ച രക്ഷുഷ ചിരം പ്രസക്തസ്യ തമസ്യാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനുബദ്ധയാ ധിയാ ത്വമവിനാശീ കില യോഗഭാസ്കരാം. ലോകത്തിന് മിഥ്യാഭിമതേ,
മിഥ്യയായതിൽ അഭിമാനം ഉണ്ടാകും. ലോകത്തിൽ മിഥ്യയായതാണ്, ലോകം മുഴുവൻ മിഥ്യയാണ്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. ഉപനിഷത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. അപ്പൊ ഈ ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, ലോകം മിഥ്യയാണ്, ലോകത്തിലുള്ള ഓരോ ജീവജാലങ്ങളുടെ ശരീരം മിഥ്യയാണ്. അത് അറിയുന്നത് വരെ ശരീരത്തിൽ അഭിമാനം കൊണ്ട് നടക്കും. ഞാനാണ്, ഞാനാണ്, എൻ്റെ ശരീരമാണ് എന്ന് അഭിമാനത്തോടു കൂടി കൊണ്ട് നടക്കും. ലോകസ്യ മിഥ്യാഭിമതേഹേ അചക്ഷുഷഃ. കണ്ണില്ലാത്തവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുകയാണ് ചെയ്യുക. കണ്ണില്ലാത്തവൻ എന്ന് വെച്ചാൽ ശരിയായി ഈശ്വര തത്വം അറിയാത്ത. അചക്ഷുഷഃ ചിരം പ്രസുപ്തസ്യ. വളരെ കാലം അത് പ്രസുപ്തമായി കിടക്കുന്ന തമസി അനാശ്രയെ പ്രസുപ്തസ്യ. ഒരാശ്രയവുമില്ലാത്ത ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ശ്രാന്തസ്യ ക്ഷീണിതനായവന്റെ, കർമ്മങ്ങളിൽ അനുബന്ധനായി തീർന്ന ബുദ്ധി കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന, കർമ്മസ്വ അനുബദ്ധയാധിയ, കർമ്മങ്ങളിൽ അനുബന്ധിച്ചിരിക്കുന്ന ബുദ്ധിയോടുകൂടി ശ്രാന്തനായിരിക്കുന്നവന് ത്വം ആവിയാഫിക്കില്ല യോഗഭാസ്കര. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ അങ്ങ് ആവിർഭവിച്ചുവല്ലോ യോഗഭാസ്കരായി. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം കാലത്തെ കുറിച്ചാണ്, മൂന്നാമത്തെ ചോദ്യം യോഗത്തെ കുറിച്ചാണ്. അങ്ങ് യോഗഭാസ്കരനായിട്ട് അവതരിച്ചില്ലേ? ക്ഷണഭങ്കുരമാണ് ഈ ലോകം മുഴുവനും എന്ന് അടുത്ത കാലത്തും കുറേശ്ശെ മനസ്സിലായി വരുന്നു. അതുകൊണ്ട് ആ ശരീരാദികളിലുള്ള അഭിമാനം കൊണ്ട് പരാർത്ഥ വസ്തു അറിയാൻ പറ്റാത്തത് കൊണ്ട് സംസാരത്തിൽ വളരെ കാലം മുങ്ങിയും പൊങ്ങിയും ഓരോരോ ഭോഗങ്ങൾ സമ്പാദിക്കാൻ പരിശ്രമിച്ച് കരകാണാത്ത സംസാര സമുദ്രത്തിൽ അകപ്പെട്ട് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തോടാണ് ഇത് പറയുക. അതിൽ നിന്നും ഉയർത്താൻ ഉപകരിക്കുന്നത് ജ്ഞാനയോഗവും ഭക്തിയോഗവുമാണ്. അതുകൂടാതെ അഷ്ടാംഗയോഗമെന്ന മാർഗങ്ങളെ കാണിച്ചു സൂര്യസ്വരൂപനായ അങ്ങ് അവതരിച്ചുവല്ലോ. ലോകത്തിന്റെ മഹാഭാഗ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം യോഗത്തെ, അഷ്ടാംഗ യോഗങ്ങളെ കുറിച്ചാണ്. ഭക്തിയെ കുറിച്ച് ചോദിച്ചു, കാലത്തെ കുറിച്ചായി. ഇനിയും ചോദിക്കുന്നത് എന്താണ്? ഈ യോഗത്തെ കുറിച്ചാണ്. അങ്ങ് യോഗഭാസ്കരനായി, യോഗദർശനത്തെ അനുഷ്ഠിക്കാൻ പാകത്തിന് സൂര്യനായി അങ്ങ് അവതരിച്ചുവല്ലോ. അതുകൊണ്ട് അഷ്ടാംഗ യോഗത്തിലേക്കുള്ള മാർഗം കൂടി കാണിച്ചു കൊടുക്കുന്ന സൂര്യസ്വരൂപനായ അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചു. അതൊരു മഹാഭാഗ്യം തന്നെ. ലോകസ്യ മിഥ്യാഭിമതേരചക്ഷുഷ ചിരം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനുബദ്ധയാധിയ ത്വമാവിയാസീ കില യോഗഭാസ്കര. മിഥ്യാഭിമതേഹേ അചക്ഷുഷഃ അനാശ്രയേ തമസി ചിരം പ്രസുപ്തസ്യ കർമ്മസു അനുബദ്ധയാധിയ ശ്രാന്തസ്യ ലോകസ്യ യോഗഭാസ്കരഃ ത്വം ആവിയാസീ കില. ലോകസ്യ മിഥ്യാഭിമതേരചക്ഷുഷ ചിരം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനുബദ്ധയാധിയ ത്വമാവിയാസീ കില യോഗഭാസ്കര.
ലോകസ്യ മിഥ്യാഭിമതേരചക്ഷുഷ ചിദം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനുബദ്ധയാ ധിയാം ത്വമാവിരാസീതയോഗഭസ്കരാം. ഇത്രയാണ് ദേവഹൂതി പുത്രനായ കപിലൻ എന്നോട് ചോദിച്ചു. ഇനി അതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് മൈത്രേയക്ക് ഇത് പറയുകയാണ്. ഇതി മാതൃവച സ്വക്ഷം പ്രതിനന്ദ്യ മഹാമുനി ആബഭാഷേ ഗുരുശ്രേഷ്ഠ പ്രീതസ്തം കർമാദ്യത. ഇത് ഇങ്ങനെയുള്ള മാതുഹു വചഃ അമ്മയുടെ വാക്ക്, സ്വക്ഷ്ണം ആനന്ദകരമായിരിക്കുന്ന അമ്മയുടെ വാക്ക്, പ്രതിനന്ദ്യ അതിനെ ആ വാക്കിനെ അഭിനന്ദിച്ചിട്ട്, നന്നായിരിക്കുന്നു അമ്മയുടെ ഈ ചോദ്യം എന്ന് ആ ചോദ്യത്തെ അഭിനന്ദിച്ചിട്ട് മഹാമുനിയായ കപിലൻ ആ ബഭാഷേ പറഞ്ഞു. ഹേ കുരുശ്രേഷ്ഠ സംബോധനയാണ്. പ്രീതഃ താം കരുണാർദ്ദിതഃ, പ്രീതനായി സന്തുഷ്ടനായിട്ട്, താം അവളോട് കരുണാർദ്ദിതഃ അവളോട് കരുണാധീനനായി, അവളുടെ ചോദ്യത്തിൽ പ്രീതനായി ആബഭാഷയെ പറഞ്ഞു. എങ്ങനെ? അമ്മയുടെ വാക്കുകളെ, സന്തോഷം നൽകുന്ന വാക്കുകളെ കുറിച്ച് നല്ല അഭിനന്ദനം പറഞ്ഞതിന് ശേഷം അമ്മയോട് കാരുണ്യമുള്ളവനായി തീർന്ന് സന്തുഷ്ടനായിട്ട് ഉപദേശം ആരംഭിക്കുന്നു. ആബഭാഷേ ഇതി മാതൃവച സ്വക്ഷം പ്രതിനന്ദ്യ മഹാമുനി ആബഭാഷേ ഗുരുശ്രേഷ്ഠ പ്രീതസ്തം കരുണാർദ്ദിത. മാതുഹു സ്വക്ഷ്ണം ഇതി വചഃ പ്രതിനന്ദ്യ ഗുരുശ്രേഷ്ഠ പ്രീതഃ കർമാർദ്ദിതഃ മഹാമുനിഃ താം ആബഭാഷേ. എന്തായി? ഓ ഓ
ലോകഫ്യമിഥ്യാഭിമതേരചക്ഷുഷിരം പ്രസുപ്തഫ്യതമഫ്യനാശ്രയേ ശ്രാന്തഫ്യകർമ്മഫനുബദ്ധയാ ധിയാ ഇത്രയും കഴിഞ്ഞപ്പോൾ മൈത്രേയൻ പറഞ്ഞു, ഇതി മാതൃവധശ്ലക്ഷം പതിനന്ത്യ മഹാമനി ആപഭാഷയെ കുരുശ്രേഷ്ഠ വിഹിതസ്തം കരുണാർദ്ദിതാം. മാതുഹു ശ്ലക്ഷ്ണം ഇതി വചഃ പ്രതിനന്ദ്യ കുരുശ്രേഷ്ഠ പ്രീതഃ കരുണാർദ്ദിതഃ മഹാമുനി താം ആപഭാഷേ. ഇതി മാതൃവധശ്ലക്ഷം പ്രതിനന്ദ്യ മഹാമനി ആപഭാഷയെ കുരുശ്രേഷ്ഠ പ്രീതസ്തം കരുണാർദ്ദിതാം. ശ്രീ ഭഗവാൻ ഉവാച. നീ അതിന് മറുപടി ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം. ഭക്തിയോഗോ ബഹുവിധോ മാർഗേ ഭാമിനി ഭാവ്യതേ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യതേ. ഭക്തിയോഗോ ബഹുവിധ. ഭക്തിയോഗം പല വിധത്തിലുണ്ട്. മാർഗൈഹി, പല മാർഗങ്ങളിലൂടെ. ഹേ ഭാമി, അല്ലയോ മാതാവായിരിക്കുന്നവളെ, ഭാവ്യത്തെ ഭവിക്കപ്പെടുന്നു, ഉണ്ടായിരിക്കുന്നു. അതെങ്ങനെയാണ് പലഭേദം ഉണ്ടായത്? സ്വഭാവഗുണമാർഗേണ പുംസാം. മനുഷ്യരുടെ സ്വഭാവഗുണമാർഗം കൊണ്ടാണ് ഭാവോ വിഭിദ്യത, ഭാവങ്ങൾക്ക് ഭേദമുണ്ടാകുന്നത്. ഭക്തി ഒന്നല്ലേ ഉണ്ടാകാവൂ? അതെ, ഓരോ ജനങ്ങളിലെയും സ്വഭാവ ഗുണം കൊണ്ട്, അവരുടെ സ്വഭാവം സത്വരജസ് തമസുകളാണ്. ഈ 3 സ്വഭാവ ഗുണം കൊണ്ട് ഭക്തിക്ക് 3 മാർഗങ്ങൾ വരികയില്ലേ. സത്വഗുണമുള്ളവരുടെ ഭക്തി സാത്വിക ഭക്തിയാണ്. രജോ ഗുണമുള്ളവരുടെ ഭക്തി രജോ ഭക്തിയാണ്. തമോ ഗുണമുള്ളവരുടെ ഭക്തി താമസ ഭക്തിയുമാണ്. അതുകൊണ്ടാണ് സ്വഭാവ ഗുണമാർഗേണ, അവരവരുടെ സ്വകീയമായ ഭാവം കൊണ്ടും ഗുണം കൊണ്ടും ഉള്ള മാർഗമനുസരിച്ച് ഭക്തിയുടെ ഭാവങ്ങൾ വിഭിദ്യതയെ ഭേദിക്കപ്പെടും. അങ്ങനെയാണ് ഭക്തിക്ക് പല മാർഗങ്ങൾ, വഴികൾ ഉണ്ടായത്. ജനങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ ഭേദങ്ങൾ ഉണ്ടായത്. ഭക്തിയോഗോ ബഹുവിധോ മാർഗേർഭാമിനി ഭാവ്യതേ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യതേ. ഹേ ഭാമിനി, ഭക്തിയോഗഃ മാർഗൈഃ ബഹുവിധഃ ഭാവ്യതേ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവഃ വിഭിദ്യതേ. ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർഭാമിനി ഭാവ്യതേ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യതേ. അഭിസന്ധായോ ഹിംസാം ദംഭം മത്സര്യമേവ വാം സംരംഭി ഭിന്നദൃക്ഭാവം മയി കുര്യ സദാം സാം. ആദ്യമായ താമസത്തെ കുറിച്ചാണ് പറയുന്നത്. അഭിസന്ധായ യോ ഹിംസാം. അഭിസന്ധായ വിചാരിച്ചിട്ട്, സങ്കൽപ്പിച്ചിട്ട്, യഹ യാതൊരുവൻ, ഹിംസാം. ഹിംസ എന്നുവെച്ചാൽ പരോപദ്രവമാണ്, പരപീഡയാണ്. മറ്റുള്ളവരെ കൊല്ലുക മാത്രമല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാലോ, മറ്റുള്ളവരെ ഉപദ്രവിക്കാനായ വാക്കുകൾ പ്രയോഗിച്ചാലോ, കൈകൊണ്ട്, ശരീരം കൊണ്ട്, ആയുധം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചാലോ, ഈ 3 തരത്തിൽ ചെയ്യുന്ന ദ്രോഹത്തിന്റെ പേരാണ് ഹിംസ എന്ന്. നമ്മളെ സംബന്ധിച്ച് ഹിംസ എന്ന് വെച്ചാൽ ഒരാളെ വെട്ടി നോക്കി കൊന്നെങ്കിൽ മാത്രമേ ആവുള്ളൂ. വാക്കുകൊണ്ട് ഹിംസിക്കാം, മനസ്സുകൊണ്ട് ഹിംസിക്കാം. തമാശ പറയും, വാക്കുകൊണ്ട് ഞാൻ അവനെ കൊന്നു കൊല വെച്ചിട്ടാണ് വന്നത്. അപ്പൊ ഇങ്ങനെ എന്താണ്, എല്ലാ തരത്തിലുമുള്ള പരപീഡ, അതേപോലെ ദംഭം, അഹങ്കാരം കൊണ്ടുള്ള വഞ്ചന, മാത്സര്യം, മറ്റുള്ളവരുടെ ഉയർച്ച സഹിക്കാനാവാതിരിക്കൽ. ദംഭം മാത്സര്യമേവ. അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്
ഭക്തനാണെന്ന് മറ്റുള്ളവരെ കണ്ട് തോന്നിപ്പിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഭക്തനാണെന്ന് അറിയുമ്പോൾ തനിക്ക് ഭക്തനാകണം എന്നുള്ള വിചാരം ഉള്ളിൽ വെച്ചുകൊണ്ട് കോപം, വഞ്ചന, മാത്സര്യം എന്നീ ഭാവനകൾ കൊണ്ട് എല്ലായിടത്തും സംരംഭി, കോപത്തോടെ, സംരംഭം എന്ന വാക്കിനർത്ഥം കോപം എന്നാണ് ഇവിടെ. തുടക്കം എന്നും നമ്മൾ മലയാളത്തിൽ പറയും. സംസ്കൃത ഭാഷയിലും അർത്ഥം ഇല്ലാതില്ല, പക്ഷെ ഇവിടുത്തെ അർത്ഥം സംരംഭം, കോപം എന്നാണ്. ഭിന്ന ദൃക്ഭാവം, ഭിന്നമായ ദൃക്കുകളോട് കൂടിയ ഭാവത്തെ, ഭിന്ന ദൃക്ഭാവം മയി കുര്യ സതാംസ, എന്നിൽ ചെയ്താൽ, ഭേദദൃഷ്ടിയോടെ സങ്കല്പത്തെ എന്നിൽ ആര് ചെയ്യുന്നുവോ അത് താമസ ഗുണപ്രധാനമായ ഭക്തിയാണ്. ചിലരുടെ ഭക്തി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി അമ്പലത്തിന് മുമ്പിൽ ചെന്ന് രക്തപുഷ്പാഞ്ജലി എന്നൊരു വഴിപാട് വരും. എന്തിനാണ്? മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിച്ചത് അയാൾ അതിന്റെ തൊട്ടിപ്പുറത്ത് വന്നേന്ന് അയാളും ഒരു രക്തപുഷ്പാഞ്ജലി കൊടുക്കും. ആരെ കൊല്ലാനാണ്? ആദ്യം കൊടുത്ത ആളിനെ കൊല്ലാൻ. ദേവി ആരെയാണോ കൊല്ലും. രണ്ടുപേരും പരസ്പരം പുഷ്പാഞ്ജലി കഴിക്കാണ്. എന്തിനാണ്? രണ്ടുപേരും ഇങ്ങനെയുള്ള സങ്കല്പം ഏത് ഭക്തിയിൽ കടന്നുകൂടുന്നോ അതിന് പേര് താമസം എന്നാണ്. അത് ഇന്ന് നിലനിൽപ്പുണ്ട് പലയിടത്തും. പിന്നെ താൻ ഭക്തനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് ബോധ്യപ്പെടുത്തണം. ചില അമ്പലത്തിനകത്തോട്ട് ഓടി കയറി വന്ന് ഹരി രാമകൃഷ്ണ ഗോവിന്ദ കേശവ എന്ന് ഉറക്ക വിളിച്ച് 4 പ്രദക്ഷിണം വെച്ച് താഴെ വീണ് നമസ്കരിച്ച് ഒരു കോലാഹലം ഉണ്ടാക്കിയിട്ട് വേഗം ഇറങ്ങിപ്പോ. മറ്റുള്ളവർ നോക്കി വെറുതെ നിൽക്കും. അവർക്ക് അകത്തോട്ട് നോക്കി തൊഴാൻ പറ്റില്ല. ഇയാളെ നോക്കിയത് ഇയാളുടെ ഭാവവും ചേഷ്ടയും വാക്കും എല്ലാം കണ്ട് അതിൽ ആകർഷമായിട്ട് അതിൽ നിന്ന് ഇയാളങ്ങ് പോവുകയും ചെയ്യും. ഇയാളുടെ ഈ ഭക്തി താമസ ഭക്തിയാണ്. ഇതിന്ന് നമുക്ക് അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അതേപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ ഭക്തനാണെന്ന് അഭിനയിച്ച് ഞെളിഞ്ഞ് നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചില ഭക്തരായിട്ടുള്ളത്. 10 പേരെ കൊണ്ട് പറയിക്കണം ഞാൻ ഭക്തനാണ്, അത്രേ വേണ്ടു, വേറൊന്നുമില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഭക്തി താമസ ഭക്തിയാണ്. അവന് കോപം ഉണ്ടാകും, വഞ്ചനയുണ്ടാകും, മാത്സര്യം ഉണ്ടാകും. ഇത് മൂന്നും ഉള്ളത് കൊണ്ട് എല്ലായിടത്തും ഒരു ഭേദത്തോടും കൂടി മാത്രമേ കാണുകയുള്ളൂ. സമമായി ഒന്നിനെയും കാണാൻ പറ്റില്ല. അങ്ങനെ ഭേദദൃഷ്ടിയോടുകൂടി ആരാണോ ഭക്തി ആചരിക്കുന്നത് അവനിൽ തമോ ഗുണം അധികരിച്ച ഭക്തിയാണ്. അതിനെ താമസി എന്ന് പറയും. അത് ത്യാജ്യമാണ്, ഉപേക്ഷിക്കുന്നതാണ്. അത് സ്വീകരണീയം അല്ല. അഭിസന്ധായോ ഹിംസം ദംഭം മത്സര്യമേവാം സംരംഭി ഭിന്നദൃക്ഭാവം മയി കുര്യാത് സദാമസാം. ഹിംസ, ദംഭം, മാത്സര്യം വാ അഭിസന്ധായ സംരംഭി യഃ ഭിന്നദൃക്ഭാവഃ മയി കുര്യാത് സഃ താമസഃ. അഭിസന്ധായയോ ഹിംസാം ദംഭം മാത്സര്യമേവാം സംരംഭി ഭിന്നദൃക്ഭാവം മയി കുര്യാത് സദാമസാം. വിഷയാനഭിസന്ധായ യശ ഐശ്വര്യമേവാം അർച്ചാദാവർച്ചയദ്യോ മാം പൃഥഗ്ഭാവസ്സരാജസം. രണ്ടാമത്തെ ഭക്തി രാജസം എന്ന പേരിൽ അറിയപ്പെടുകയാണ്. വിഷയാൻ അഭിസന്ധായ, ഭൗതിക വിഷയങ്ങളെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഉറപ്പിച്ചിട്ട് യശഃ ഐശ്വര്യമേവ, യശസ്സോ ഐശ്വര്യമോ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അർച്ചാദൗ, അർച്ചിക്കേണ്ട വിഗ്രഹങ്ങളിൽ അർച്ചേത് യോ, ആരാണോ അർച്ചിക്കുന്നത്, മാം എന്നെ, പൃഥഗ്ഭാവ രാജസ, എന്നെ ആരാണോ അർച്ചിക്കുന്നത് അത് പൃഥഗ്ഭാവമായ രാജസം എന്നതിനെ വിളിക്കുന്നു. ഒന്നുകിൽ കീർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തി ഉണ്ടാകും,
അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകണം എന്ന് വിചാരിച്ച ഭക്തി ഉണ്ടാകും, അല്ലെങ്കിൽ ഭൗതിക വിഷയങ്ങളെ കിട്ടണം എന്നാഗ്രഹിച്ച്, സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ച്, ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച്, വിവാഹം വേണമെന്ന് ആഗ്രഹിച്ച്, സന്താനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച്, അവർക്ക് ജോലി വേണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളിലൊക്കെ മനസ്സ് സങ്കല്പിച്ചിട്ട് ആരാണോ വിഗ്രഹങ്ങളിൽ എന്നെ അർച്ചിക്കുന്നത് അത് രാജസ ഭക്തിയാണ്. ഇന്ന് അതാണ് അധികവും നടക്കുന്നത്. വിഗ്രഹങ്ങളും പ്രതിമകളും ഇല്ലാതെ നമുക്ക് ഭക്തി വരില്ല. ആ വിഗ്രഹങ്ങളിലൊക്കെ അർച്ചിക്കണം, പേരുന്നാളൊക്കെ കൂട്ടി അർച്ചിക്കണം. അങ്ങനെ ആരാണോ വിഷയങ്ങളെയൊക്കെ അഭിസന്ധായ സങ്കല്പിച്ചിട്ട് ഭേദത്തോടു പൃഥക്ഭാവത്തോടു കൂടി അർച്ചാദികളായ പ്രതിമകളിൽ എന്നെ ആരർച്ചിക്കുന്നുവോ അത് രാജസഭക്തിയാണ്. ഇന്ന് നമ്മൾ അധികം അതാണ്. നമുക്ക് ഭക്തി ഉണ്ടാകുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഭക്തിയില്ല. മകന്റെയോ മകളിലെയോ വിവാഹം നടക്കണം, നടന്നു കഴിഞ്ഞാൽ അവർക്ക് സന്താനം ഉണ്ടാവണം, ഉണ്ടായാൽ അവർക്ക് പഠിപ്പ്, ജോലി, തിരക്ക്, ഇതൊക്കെ സഹായം വേണം. ഇങ്ങനെ നീണ്ടുപോവുകയാണ്. എങ്ങും നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ആരാണോ അർച്ചാദികളായ പ്രതിമകൾ, ഒന്നുകിൽ സൂര്യൻ, അല്ലെങ്കിൽ ചന്ദ്രൻ, അല്ലെങ്കിൽ അഗ്നി എന്നിങ്ങനെ ഏതെങ്കിലും സ്വരൂപത്തിൽ എന്നെ ആരും പൂജിക്കുന്നുവോ അവന് രജോ ഗുണം അധികരിക്കും. ഇന്ന് ചെയ്യുന്ന സമസ്ത പൂജാവിധാനങ്ങളും രജോഗുണത്തിന്റെ സങ്കല്പമാണ്. കാരണം അത് രൂപത്തെ, ആകൃതിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. അതുപോലെ വിഷയാനഭിസന്ധായ യശ ഐശ്വര്യമേവാം അർച്ചാദ വർച്ചേദ്യോമാം പൃഥക്ഫാം യശ ഐശ്വര്യം ഏവ വാ വിഷയൻ വ അഭിസന്ധായ പൃഥക്ഭാവഃ യഹ അർച്ചാദൗ മാം അർച്ചേത് സഹ രാജസഃ. വിഷയാനഭിസന്ധായാം യശ ഐശ്വര്യമേവ വാം അർച്ചാദ വർച്ചേദ്യോ മാം പൃഥക്ഫാം. വിഷയാനഭിസന്ധായാം യശ ഐശ്വര്യമേവ വാം അർച്ചാദ വർച്ചേദ്യോ മാം പൃഥക്ഫാം. അർച്ചാദൗ അർച്ചേത് യോ മാം കുടിച്ചുമ്പോൾ അർച്ചാദ വർച്ചേദ്യോ മാം പൃഥക്ഫാം. കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻ വാദതർപ്പണം യജ്ഞേദ്യഷ്ടവ്യമിവ പൃഥക്ഫാത്വിക. സാത്വിക ഭക്തിയെ കുറിച്ച് പറയാം. കർമ്മനിർഹാരം ഉദ്ദിശ്യ, കർമ്മത്തിന്റെ ക്ഷയം ഉദ്ദേശിച്ചിട്ട്, നിർഹാരം ക്ഷയം, കർമ്മനിർഹാരം ഉദ്ദിശ്യ, കർമ്മങ്ങളൊക്കെ ക്ഷയിച്ചു പോകുക തന്നെ ചെയ്യണം. അതൊന്നും നിലനിന്നാൽ പോകാൻ പറ്റില്ല. സമസ്ത കർമ്മഭാവനകളും ഇവിടെ ഉപേക്ഷിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർമ്മനിർഹാരം ഉദ്ദിശ്യ, ജന്മാന്തരങ്ങളായി സമ്പാദിച്ച കർമ്മങ്ങളൊക്കെ ക്ഷയിക്കണം എന്നാഗ്രഹിച്ചിട്ട് പരസ്മിൻ പരമാത്മാവിൽ ഈശ്വരൻ തത് അർപ്പണം, ആ കർമ്മത്തെയൊക്കെ അർപ്പിച്ചുകൊണ്ട് യജ്ഞേത് യഷ്ടവ്യമിതി, യജിക്കേണ്ടതാണ് എന്ന് കരുതി യജിക്കുക, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് കരുതി ചെയ്യുക. മറ്റൊരാൾ പറഞ്ഞേൽപ്പിച്ചിട്ടല്ല ചെയ്യേണ്ടത്, ഇതെന്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. ഈശ്വരന് പൂജ വേണം, സമർപ്പിക്കണം എന്നൊക്കെ വേദങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതനുസരിച്ചുള്ള ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ സങ്കല്പം അനുസരിച്ചിട്ട് പൂജാദികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് കർമ്മനിർഹാരം ഉദ്ദിശ്യ പരസ്മിൻ വാദതർപ്പണം. ലക്ഷ്യം എന്താണ്? കർമ്മങ്ങൾ ഒതുങ്ങണം, ഇനിയും കർമ്മം ഉണ്ടാവരുത്. എല്ലാ കർമ്മങ്ങളിലെ നിർഹാരത്തെ ഉദ്ദേശിച്ചിട്ട്
ആ പരമാത്മാവിൽ ഇതെല്ലാം അർപ്പിച്ചുകൊണ്ട് യജിക്കേണ്ടതാണെന്ന് കരുതി ആരാണോ യജിക്കുന്നത് അതിനെ സാത്വികം എന്ന് വിളിക്കുന്നു. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഇതെന്റെ കടമയാണ്, ആരും പിടിച്ചേൽപ്പിക്കുന്നതല്ല, ഇതുകൊണ്ടൊരു ലക്ഷ്യം ഉദ്ദേശിച്ചിട്ടുമല്ല, ഇതെന്റെ നിത്യകർമ്മമാണ് എന്ന് കരുതി ആരാണോ ഇത് ചെയ്യുന്നത് അവനാണ് സാത്വിക ഭക്തൻ എന്ന്. അപ്പൊ സാത്വിക ഭക്തിയില് പരമാത്മാവിലേക്കുള്ള അർപ്പണം മാത്രമേ ഉള്ളൂ. എന്ത് അർച്ചിച്ചാലും പൂജിച്ചാലും വഴിപാട് കഴിച്ചാലും ഇതൊക്കെ പരമാത്മാവിലേക്ക് അർപ്പിക്കുന്നതാണ്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്രഹവും ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കർമ്മങ്ങളെയൊക്കെ നശിപ്പിക്കണം എന്നാഗ്രഹിച്ച് ആ പരമാത്മാവിലേക്ക് അതിൻ്റെ തർപ്പണത്തെ, ഈ കർമ്മം ഇല്ലായ്മ ചെയ്തതിൻ്റെ തർപ്പണത്തെ, ഇതൊക്കെ ഈ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടതാണെന്ന് കരുതി വേദവിധികളെ മാനിച്ചുകൊണ്ട് ആരാണോ ഭേദഭാവത്തോടുകൂടി യജിക്കുന്നത് അവൻ സാത്വിക ഗുണപ്രധാനിയായ വ്യക്തിയാണ്. പാപം ക്ഷയിക്കലാണ് ജന്മത്തിന്റെ ഉദ്ദേശ്യം. നമുക്കൊരു ജന്മം തന്നത് ജന്മാന്തരത്തിലുള്ള പാപത്തെ അനുഭവിച്ച് തീർത്ത് ക്ഷയിപ്പിക്കണം. പുത്തനായി വന്നവരല്ല ഇത് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മൾ സമസ്ത കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കി തന്നെ ചെയ്യണം. അത് വേദം വിധിച്ചിട്ടുണ്ട്, ഈശ്വരനെ പൂജിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ. ആ സങ്കല്പത്തോടുകൂടി ഈ പരമാത്മ ഭേദഭാവനയോടുകൂടെ ആരാണോ എന്നെ പൂജിക്കുന്നത് അവൻ സത്വഗുണം ഉണ്ട്, അവൻ സാത്വിക ഭക്തനാണ്. കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻവാതദർപ്പണം യജ്ഞേദ്യഷ്ടവ്യമിതി വാ പൃഥക് ഭാവസ്വത്വികാം. കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻവാതദർപ്പണം യജേദ്യഷ്ടവ്യമിതി വാ പൃഥക് ഭാവസ്വത്വികാം. കർമ്മനിർഹാരം പരസ്മിൻ തദർപ്പണം വാ യഷ്ടവ്യം ഇതി വാ ഉദ്ദിശ്യ പൃഥക് ഭാവഃ യജേത് സഹ സാത്വികഃ. കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻ വാതദർപ്പണം യജേദ്യഷ്ടവ്യം ഇതി വാ പൃഥക് ഭാവഃ സാത്വികഃ. മദ്ഗുണശ്രുതിമാത്രേണ മയി സർവഗുഹാശേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംബുധൗ. ലക്ഷണം ഭക്തിയോഗസ്യാം നിർഗുണസ്യുദാഹൃതം അഹൈതുക്യവ്യവഹിതായ ഭക്തി സ്വത്തമേ. മദ്ഗുണശ്രുതി മാത്രേണ, എന്റെ ഗുണഗണങ്ങൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ വാത്സല്യം, ദയവ്, കാരുണ്യം ഇങ്ങനെയുള്ള അനേക സദ്ഗുണങ്ങളെ കുറിച്ച് മദ്ഗുണശ്രുതി മാത്രേണ അത് കേൾക്കുന്നതുകൊണ്ട് തന്നെ സർവഗുഹാശേ മൈ എല്ലാവരുടെയും ഹൃദയഗുഹയിൽ ശയിക്കുന്ന എന്നിൽ സർവഗുഹാശേ മൈ മനോഗതി മനസ്സിന്റെ ഗതി പോക്ക് അവിച്ഛിന്ന തടസ്സമില്ലാതെ യഥാ എങ്ങനെയെന്നാൽ ഗംഗ അംബഫു അമ്പുധു, ഗംഗാജലം സമുദ്രത്തിൽ ചെന്ന് വീഴുന്ന പോലെ എന്ത് പ്രതിബന്ധം ഉണ്ടായാലും, എന്ത് അണക്കെട്ട് കിട്ടിയാലും, എന്ത് ചാക്കിട്ടാലും, എന്തൊക്കെ ചെയ്താലും അത് പതുക്കെ പതുക്കെ സമുദ്രത്തിലേക്കാണ് നീങ്ങിപ്പോകുന്നത്. അതുപോലെ മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശേം മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംബുധൗ. ലക്ഷണം ഭക്തിയോഗസ്യ. ഇനി ഞാൻ നിനക്ക് ഭക്തിയോഗത്തിന്റെ ലക്ഷണം പറയാം. നിർഗുണസ്യാഹ്യുദാഹൃതം, നിർഗുണനായ, ഗുണങ്ങളൊന്നും ഉള്ളിലില്ലാത്ത, ഗുണങ്ങൾ ശേഷിക്കാത്തവനായ, നിർഗുണനായ ഭക്തിയോഗത്തിന്റെ ലക്ഷണം ഈ ഉദാഹൃതം ഞാൻ ഉദാഹരിച്ചു കഴിഞ്ഞു.
അഹൈതുക്യവ്യവഹിതായ ഭക്തി പുരുഷോത്തമി. അതാണ് അഹൈതുകി അവ്യവഹിത യാ ഭക്തി. അഹൈതുകം കാരണമില്ലാത്ത, ഹേതുവില്ലാത്ത, അവ്യവഹിതം പറഞ്ഞിരിക്കാത്ത യാതൊരു ഭക്തിയുണ്ടോ പുരുഷോത്തമേ, അതൊക്കെ പുരുഷോത്തമനിൽ ആ ഭക്തി സമർപ്പിക്കുക തന്നെ ചെയ്യണം. വിനയമുള്ളടത്തെ ഭക്തി കൊണ്ട് കാര്യമുള്ളൂ എന്ന് പരകസ്വാമിനും ബോധ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഗംഗാപ്രവാഹം പോലെ, ഗംഗാപ്രവേഹം ഒരു തടസ്സവുമില്ല, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ അഹൈതുകേ അവ്യവഹിതായ ഭക്തി. ഭക്തിക്ക് അഹൈതുകി ഒരു കാരണം ഉണ്ടാവില്ല, ഹേതു ഒന്നും ഉണ്ടാവില്ല. ഇന്നതിന് വേണ്ടിയാണ് ഭക്തി. നമുക്ക് നേരെ തിരിച്ചാണ്. നമുക്ക് ഏത് ഭക്തിക്കും ഒരു കാരണം, ആ കാരണം നോക്കിയ ഭക്തിയെ കുറിച്ച് പറയുകയുള്ളൂ. പക്ഷേ ഭഗവാനുള്ള സാത്വിക ഭക്തിയിൽ അഹൈതുകിയായിരിക്കണം, ഒരു കാരണം ഉണ്ടാവരുത്, ഒന്നും ആവശ്യപ്പെടരുത്, ഒന്നിനു വേണ്ടിയും യാചിച്ച് നിൽക്കരുത്. തങ്ങളുടെ കടമയാണ് ഇത് എന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഒരു ഫലപ്രാപ്തി പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ അതിന് ഫലം ഉണ്ടാവണം എന്ന ആഗ്രഹമാണ്. അഹൈതുകി അവ്യവഹിത, മറവില്ലാത്ത യാ ഭക്തി ഹി പുരുഷോത്തമേ. പുരുഷോത്തമൽ യാതൊരു ഭക്തിയാണുള്ളത്, അതിൻ്റെ പേരാണ് സാത്വിക ഭക്തി. അതിനെക്കുറിച്ചാണ് പറഞ്ഞുള്ളത്. അഹൈതുകി അവ്യവഹിത, നമ്മളുടെ ഭക്തിക്ക് ഒരു കാരണമുണ്ട്. വ്യവഹാരം, വ്യവഹിതം ഇടയ്ക്കിടയ്ക്ക് തടസ്സം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തടസ്സമില്ലാത്ത ഭക്തി വേണം നമുക്ക്. കാരണം ഭൗതിക ലോക ജീവിതത്തിലെ ഏത് തടസ്സം വന്നാലും മാറ്റിവെക്കുന്ന ഭക്തിയുള്ളൂ. ബാക്കിയൊക്കെ കൃത്യം ടൈം ടേബിൾ പോലെ നമുക്ക് നടന്നേ പറ്റുള്ളൂ. വിശക്കുമ്പോൾ വൈകാതെ ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഭൗതിക ലോക ജീവിതത്തിന് നമ്മൾ ഓരോ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഭക്തിക്കാണ് അതിന് വ്യവസ്ഥയില്ല. എപ്പോൾ വേണമെങ്കിൽ വരാം, പോകാം, വന്നില്ലേലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവ്യവഹിതായ ഭക്തി. ഒരു കാരണമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ യാതൊരു ഭക്തിയാണോ ഭഗവാനായ പുരുഷോത്തമനിൽ സമർപ്പിക്കപ്പെടുന്നത്, അതിൻ്റെ പേരാണ് സാത്വിക ഭക്തി. 3 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശേം മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംഭസോം ബുധൗ ലക്ഷണം ഭക്തിയോഗസ്യാം നിർഗുണഫ്യുദാഹൃതം അഹൈതുക്യവ്യവഹിതായ ഭക്തി പുരുഷോത്തമേ. മദ്ഗുണശ്രുതി മാത്രേണ, എന്റെ ഗുണഗണങ്ങൾ കേൾക്കുമ്പം തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയ ഗുഹയിലിരിക്കുന്ന ആ ഭഗവാനെ കുറിച്ചുള്ള മനോഗതിക്ക് ഒരു തടസ്സവും ഉണ്ടാവരുത്. അവിച്ഛിന്ന, ഒരു വിച്ഛേദം ഉണ്ടാകാത്ത. ഏതുപോലെയാണ്? ഗംഗയിലെ ജലം പോലെ. ഗംഗാജലം ഹിമവാനിൽ നിന്നും അടർന്നു വീണ് പതിച്ച് താഴേക്ക് ഒഴുകിപ്പോയാൽ വഴിക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും ആ തടസ്സത്തെ കൂടി ഒഴുക്കി കൊണ്ടുപോകും. അങ്ങനത്തെ ഭക്തിയാണ് എനിക്ക് വേണ്ടത്. ഭക്തി ലഭിച്ചിരിക്കുന്ന എനിക്ക് ജീവിതത്തിന് ഒന്നും തടസ്സമാവരുത്. അതൊക്കെ ഗംഗാജലം പോലെ വലിച്ചെറിഞ്ഞ് ഒഴുക്കി കൊണ്ടുപോകാൻ പറ്റും. ഇന്നിപ്പോ ഏറ്റവും വലിയ തടസ്സം മൊബൈൽ ഫോണാണ്. അതിൽ ഫോൺ വന്നാൽ നാമജപവും ഭക്തിയൊക്കെ അവിടെ നിർത്തും. ഇതെടുത്ത് അതിനെ പറയാ പോയി കുറെ നേരം കഴിഞ്ഞ് ബാക്കി എവിടെയാണോ നിർത്തി ഓർക്കുന്നില്ല, പിന്നെയും കുറെ ജപിക്കും, പിന്നെയും നിന്ന് പോകും. അപ്പൊ ആരെങ്കിലും വരും, പിന്നെയും നിന്ന് പോകും. അവ്യവഹിത ഗംഗാംബുധോ, ഗംഗാജലം
സമുദ്രത്തിൽ ചെന്ന് വീഴുന്നത് പോലെ ആയിരിക്കണം എന്റെ ഭക്തി. അതൊരു തടസ്സമില്ലാതെ കണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തണം. അങ്ങനെ ഭക്തിയോഗത്തിന്റെ ലക്ഷണവും നിർഗുണമായ ഭക്തിയും ഇവിടെ ഉദാഹരിക്കപ്പെട്ടു. ഒരു കാരണവുമില്ലാതെ അവ്യവഹിതമായ ഭക്തി വേണം എന്നിലുണ്ടാവാൻ എന്ന് ഉറപ്പിച്ച് വിചാരിക്കുന്നതാണ് ഉത്കൃഷ്ടമായ ഭക്തി എന്ന്. ഗംഗാപ്രവാഹം വഴിക്ക് എത്ര കമ്പും കല്ലും കൊഴിയും ഒക്കെ കൊണ്ടിട്ടാലും അതിനെ ഒഴുക്കിക്കൊണ്ട് സമുദ്രത്തിലേക്ക് പോകും. അതിനൊരു വിച്ഛത്തിയില്ല, ഒരു തടസ്സമേ ഇല്ല. അതുപോലെ നിരന്തരമായ എൻ്റെ മനോഗതി ഈ ഗുണത്രയങ്ങളുടെ പുറകെ പോവാതെ അതിനെ അതിക്രമിച്ച ഭക്തിയുടെ ലക്ഷണമാണ്, അടയാളം. പുരുഷോത്തമനായ എന്നിൽ പരമപ്രേമ സ്വരൂപമായ ആ ഭക്തി ഒരു ഫലവും ഉദ്ദേശിച്ചിട്ടാവരുത്. അതിന് ഒരു തടസ്സവും ഉണ്ടാകാതായിരിക്കണം. അങ്ങനെ പരമോത്കൃഷ്ടമായ ഭക്തിയുടെ ലക്ഷണം ഇതാണ് എന്ന് കാണിച്ചുകൊണ്ട് അതിന് നാനത്വമില്ല, ഒരേ വിധം തന്നെയുള്ള ഗുണത്രയം കൊണ്ടുണ്ടാകുന്ന ഭക്തി, അത് വിവരിച്ചതിന് ശേഷം അനേക രൂപഭേദത്തോടു കൂടിയതാണ് ആ ഭക്തി. അതിനാൽ ഇത് ഏറ്റവും ഉത്തമവും മോക്ഷതുല്യവുമാണ്. ഭക്തിയെക്കുറിച്ച് ഒരു സാമാന്യ സ്വരൂപം ഇനി അകത്തോട്ട് വിസ്തരിച്ച് പറയാൻ പോവാണ്. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുണാശയം മനോഗതിരവിഛിന്നായഥാഗംഭുസംബുധൗ ലക്ഷണം ഭക്തിയോഗസ്യാനുഗുണസ്യ ഹൃദാഹൃദം അഹൈതുക്യവ്യവഹിതായാഭക്തി പുരുഷോത്തം. മദ്ഗുണശ്രുതി മാത്രേണ സർവഗുഹാശേ മയി ഗംഗാംഭവഃ ഗതിഃ അംബുധൗ യഥാ അവിച്ഛിന്ന മനോഗതിഃ നിർഗുണസ്യ ഭക്തിയോഗസ്യ ലക്ഷണം ഉദാഹൃതം ഹി ഹേതുകി അവ്യവഹിത പുരുഷോത്തമീ ഭക്തിഃ. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഭുസംബുധൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം അഹൈതുക്യവ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഭുസംബുധൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം അഹൈതുക്യവ്യവഹിതായ ഭക്തി പുരുഷോത്തമേ. എന്നിങ്ങനെ ഭക്തിയുടെ 3 ഭേദങ്ങളെ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ആ പ്രകടനത്തിന്റെ നീണ്ട വ്യാഖ്യാനം ഈ അധ്യായം തീരുന്നവരെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാൻ നമ്മുടെ സമയം അതിക്രമിച്ചു. ഉപസംഹരിച്ചതിന് ശേഷം അത്യാവശ്യം ചോദ്യങ്ങളെ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.